വെൽക്കം ബാക്ക് ടു ചാനലിൽ. അപ്പം നമ്മളിപ്പം ഡൽഹി എയർപോർട്ടിലാണ്. എന്തിനാണെന്നറിയാമല്ലോ, വീട്ടിൽ പോകാൻ തന്നെ. സോ നമ്മളിപ്പോൾ ഇരിക്കുന്ന സെറിമോണിയൽ ലോഞ്ചിലാണ്. കാണിച്ചു തരാം. ഇതാണ് സെറിമോണിയൽ ലോഞ്ച്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സെറിമോണിയൽ ലോഞ്ച് പോലെയാണ് തോന്നുന്നത് ഗൈസ്. സോ ഇതൊക്കെയാണ്. ഇപ്പം നമ്മളിപ്പോൾ എത്തിയിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ ഗൈസ്. ഇനി നമ്മൾ ഫ്ലൈറ്റ് കയറിയിട്ട് കാണാം ഗൈസ്. ബൈ. സോ ഗൈസ്, അപ്പം നമ്മളിപ്പം ഫ്ലൈറ്റിലാണ് എന്തായാലും. സോ നമ്മൾ ഇവിടെ ഒന്നും കഴിക്കാൻ കിട്ടാത്തതുകൊണ്ട്, എന്നാൽ എല്ലാം കിട്ടുന്നെല്ലാം ചീത്ത ഫുഡായിരിക്കില്ല. അപ്പോൾ കഴിക്കാൻ കിട്ടാത്തതുകൊണ്ട് ഒരു KFC അങ്ങ് വാങ്ങിച്ചായിരുന്നു ഗൈസ്. ഒരു KFC ആണ് ഗൈസ്. ഇത് നേരത്തെ ഒന്ന് കാണിച്ച പോലത്തെ ഇത് തന്നെയാണ്. ഇങ്ങനെ തുറക്കുക, എന്നിട്ട് ഇങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യാം. മറ്റേ ഫ്ലൈറ്റിലും പറ്റുമായിരുന്നു, പക്ഷെ ഞാൻ അപ്പം അറിയാത്തതുകൊണ്ട് ഞാൻ പക്ഷേ. സോ അപ്പോൾ ഇതൊക്കെയാണ് പരിപാടിയാണ് ഗൈസ്. ഫസ്റ്റ് ഇത് ഇവിടെ 2 സീറ്റേ ഉള്ളൂ. 1, 2. മൂന്നാമത്തത് എയർ ഹോസ്റ്റേഴ്സിന് ഇരിക്കാനുള്ള സീറ്റാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയായിട്ട്. സോറി ഗൈസ്, ഇനി നമ്മൾ വീട്ടിൻ്റെ എയർപോർട്ടിൽ എത്തുമ്പോഴത്തേക്കും കാണാം ഗൈസ്. ബൈ ബൈ ഗൈസ്. അപ്പം കുറേ നാളുകൾക്ക് ശേഷം, സത്യം പറഞ്ഞാൽ 3 മണിക്കൂറേ ആയിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ. സോ എന്തായാലും നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് നമ്മുടെ സ്വന്തം നാട്ടിൽ വന്നിരിക്കുകയാണ്, തിരുവനന്തപുരം. ഗൈസ്, നമുക്കൊരു വേറൊരാളെ കാണിക്കാനുണ്ട് ഗൈസ്. ഇതാണ് ആള് ഗൈസ്. ഞാൻ വീഴാറ് ഇതിൻ്റെ ഒരു പൊട്ട ഓട്ടം. നേരെ ഒന്നും വണ്ടി ഓടിക്കാൻ അറിയില്ല ഗൈസ് തിരുവനന്തപുരം. ഇത് തിരുവനന്തപുരമാണെന്നറിയാലോ, പക്ഷേ ഞാൻ ഇപ്പൊ കാണിക്കാൻ പോകുന്ന ആളാണ് നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ പറ്റും. ഇതൊരു പുതിയ അങ്കിളാണ്. 2 ദിവസം മുമ്പ് ജോയിൻ ചെയ്ത ആളാണ്. ചുമ്മാ നൈസ്. പണ്ട് തൊട്ടേ അച്ഛൻ്റെ PSO ആണ് ഗൈസ്. സോ ഗൈസിന്റെ പേരാണ് പ്രിൻസ്. ഞാൻ പ്രിൻസടാ എന്നാണ് വിളിക്കുന്നത്. പാലടാ പോലെ പ്രിൻസടാ. ഇവരെല്ലാം അങ്കിളൊന്നും ഇതിനെ പ്രിൻസടാ എന്നാണ് വിളിക്കുന്നത്. അയ്യോ ഇതിടൂലെന്നറിയാലോ എനിക്ക്. അതിനിടയ്ക്ക് ഞാൻ വീണ് ഗൈസ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതിനുങ്ങളുടെ ഈ വണ്ടി ഓടുത്ത വല്ലാത്തൊരു ഉണ്ടമ്പൊടി വണ്ടി ഓടുത്തോണ്. ശരി, ബൈ.